ഇത് CUET 2024 ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ആവറേജും റേഷ്യോ ഈ രണ്ട് ടോപ്പിക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. In a class of 40 students, the ratio of boys and girls is 3:2 and the average marks scored by boys is 42 and that by girls is 46. Then the average marks scored by the whole class is. അപ്പോൾ നമുക്ക് ആവറേജിന്റെ ഫോർമുല അറിയാം. ആവറേജ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. അതായത് ഇവിടെ നമുക്ക് ഈ ഹോൾ ക്ലാസിന്റെ ആവറേജ് മാർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ആ ടോട്ടൽ ക്ലാസ്സിലുള്ള എല്ലാ സ്റ്റുഡൻസിന്റെയും മാർക്കിന്റെ സം അറിയണം. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് നമുക്ക് ഇൻഡിവിജ്വലി ഗേൾസിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്, അതുപോലെ ബോയ്സിൻ്റെതും തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ടോട്ടൽ സ്റ്റുഡൻസിൻ്റെതാണ് നമുക്ക് 40 എന്നറിയാവുന്നത്. അതിൽ ബോയ്സും ഗേൾസും തമ്മിലുള്ള റേഷ്യോ ആണ് 3:2 തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് ബോയ്സ് ഇവിടുന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ ബോയ്സിന്റെ നമ്പർ എത്ര വരും? ബോയ്സിന്റെ നമ്പർ 40 3:2 എന്നുള്ളത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് 5 3 ആണ് ബോയ്സ്. സോ 3/5 ഇൻറ്റു 40 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ബോയ്സ് കിട്ടും. സോ നമുക്ക് 24 ആണ് ബോയ്സിന്റെ നമ്പർ എന്ന് കിട്ടുന്നത്. അപ്പോൾ ഗേൾസിന്റെ നമ്പർ കാണാൻ ഇനി നമുക്ക് 40 സബ്ട്രാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ 2/5 ഓഫ് 40 ചെയ്താലും മതി. അപ്പൊ നമുക്ക് ബാക്കിയുള്ള നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഗേൾസ് ആയിരിക്കും. സോ ഗേൾസിന്റെ എണ്ണം 16 ആയിരിക്കും. അപ്പൊ നമുക്ക് ബോയ്സിന്റെയും ഗേൾസിന്റെയും സെപ്പറേറ്റ് നമ്പേഴ്സ് അറിയാമെങ്കിൽ ഓൾറെഡി നമുക്ക് ബോയ്സിന്റെ മാർക്സിന്റെ ആവറേജ് എന്ന് പറയുന്നത് 42 ആണ്. അപ്പൊ ബോയ്സിന്റെ ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് ബോയ്സ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന ടോട്ടൽ മാർക്സ് നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും? ദാറ്റ് ഈസ് അവിടെയും നമ്മൾ ആവറേജ് എന്ന് പറയുന്നത് സം ഡിവൈഡഡ് ബൈ നമ്പർ ആണ്. സോ ടോട്ടൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആവറേജ് ഇൻറ്റു ആ നമ്പർ ആണ്. സോ 42 ആണ് ആവറേജ്. നമ്പർ ഓഫ് ബോയ്സ് 24 ആണ്. ഇതാണ് നമ്മുടെ ടോട്ടൽ മാർക്സ്, ബോയ്സ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന ടോട്ടൽ മാർക്സ്. അതേപോലെ ഗേൾസിന്റെ ടോട്ടൽ മാർക്സ് എന്നുള്ളത് നമുക്ക് എങ്ങനെ കിട്ടും? നമ്പർ ഓഫ് ഗേൾസ് 16 ആണ്. ദാറ്റ് ഇൻറ്റു ഗേൾസിന്റെ ആവറേജ് 46 ആണ്. സോ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗേൾസിന്റെ ടോട്ടൽ മാർക്ക് കിട്ടും. ഇനി നമുക്ക് ഹോൾ ക്ലാസിന്റെ ആവറേജ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ടോട്ടൽ മാർക്സ് ആണ്, ഹോൾ ക്ലാസിന്റെ ടോട്ടൽ മാർക്സ് ആണ്. അപ്പൊ ബോയ്സിന്റെ മാർക്ക് ദാറ്റ് ഈസ് 42 ഇൻറ്റു 24 ആണ് ബോയ്സിന്റെ മാർക്ക്. അതിനോട് ഗേൾസിന്റെ മാർക്ക് ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് 16 ഇൻറ്റു 46. അതിനെ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഹോൾ ക്ലാസ്സിൽ 40 സ്റ്റുഡൻസ് ആണ്. ഇതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആവറേജ് എന്നുള്ള വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് ക്യാൻസൽ ചെയ്ത് റെപ്രസെന്റ് ചെയ്യാം. ഞാൻ 4 കൊണ്ട് ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ 8 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പം ഇവിടെ എനിക്ക് 3 വരും, അതുപോലെ ഇവിടെ എനിക്ക് 2 വരും. സോ 42 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 46 ആണ് വരുന്നത്. ദാറ്റ് ഈസ് 126 പ്ലസ് 92 വരും. ഓക്കെ, അപ്പോൾ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 126 പ്ലസ് 92 ആഡ് ചെയ്യുമ്പം നമുക്ക് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 218 ആണ്. 8 കൊണ്ട് ക്യാൻസൽ ചെയ്യുന്ന ഡിനോമിനേറ്ററിൽ 5 ആണ് വരുന്നത്. സോ 218 ഡിവൈഡഡ് ബൈ 5 നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 43 പോയിന്റ്, ഇവിടെ ആക്ച്വലി 20 4 18 എന്ന് പറയുമ്പോൾ 3 ടൈംസ് 15 ആണ്, ബാക്കി 3 ആണ് വരുന്നത്. സോ 0.6 ആയിരിക്കും വരുന്നത്. 43.6 ആയിരിക്കും ഹോൾ ക്ലാസിന്റെ ആവറേജ് വരുന്നത്. അപ്പം സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. താങ്ക് യു.